Hello everyone, welcome back to another video. How are you guys doing? What's happening? എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നല്ല തണുപ്പും നല്ല മഴയായി ഇങ്ങനെയൊക്കെ പോകുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്രൈഡേ ആണ്. ആൻഡ് ടുഡേ ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ഗ്രീൻ ടീ. നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സർക്കസ് കണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. ഒന്ന് യോഗ പരീക്ഷിച്ച് നോക്കിയതാണ്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഡിഡ് യോഗ. ഫസ്റ്റ് ടൈം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഐ ട്രൈഡ് ദ കപ്പിൾ ഓഫ് ടൈംസ് ബട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കാം. 2 ദിവസം മുന്നേ ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ്, എക്സ്പ്ലോറിംഗ് പ്ലേസസ് അറൗണ്ട് ആൻഡ് എവറിത്തിങ്. ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാൻ 6K സ്റ്റെപ്സ് നടന്നു. പക്ഷെ നമ്മുടെ ടാർഗറ്റ് 10K സ്റ്റെപ്സ് ആണ്. പക്ഷേ ഞാൻ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം തൊട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ നടത്തം അങ്ങോട്ട് നടന്നിട്ടില്ല. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്ന ചില ചേഞ്ചസ് ഇസ് ദാറ്റ് ഐ ബിക്കം മോർ ആക്റ്റീവ് നൗ. ആക്റ്റീവ് ഇൻ ദ സെൻസ് നോട്ട് ലൈക്ക് ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആൻഡ് എവറിത്തിങ്, ബട്ട് കുറച്ചുകൂടി ഞാനിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കൗച്ച് പൊട്ടറ്റോ പോലെ ഇരിക്കുന്നതിനെ കാട്ടി ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ്. അപ്പം അതിലൊന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഐ സ്റ്റാർട്ടഡ് നടക്കാൻ തുടങ്ങി. ഓക്കെ, ലോങ് സ്റ്റോറി ഷോർട്ട്, ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 8 months ആയിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഇതുവരെ ഈ സ്ഥലം നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ വാക്ക് വേസ് ഉണ്ട്, ബട്ട് നെവർ ഹാവ് ഐ എവർ ട്രൈ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മടിയായിരുന്നു. There used to be days where I used to sit home all day and do nothing. Especially അമൽ വർക്കിനൊക്കെ പോകുന്ന സമയമൊക്കെ I have plenty of time, but I chose to sit at home. ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുക. ഐ ഡോണ്ട് നോ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഐ എം ഷുവർ ദർ ആർ സോ മെനി ഗേൾസ് ഔട്ട് ദർ ഹു ഇസ് ഇൻ ദ സെയിം സിറ്റുവേഷൻ, ഗെറ്റിംഗ് മാരിഡ്, മൂവിംഗ് ടു എ ന്യൂ പ്ലേസ്, ആൻഡ് ടു മീ it is an entirely different continent. It was overwhelming in the beginning. പക്ഷെ ഞാൻ ഇവിടെ വന്ന് 2 മാസം കൊണ്ട് I started working. So almost 1 year ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ഒക്കെ ലൈഫ് യൂസ് ടു ബി വെരി ബിസി. പിന്നെ നമ്മളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞങ്ങൾ ഇപ്പം താമസ സ്ഥലത്തേക്ക് മാറി, which is almost 8 months now. And job hunting is really bad. And ഇവിടെ പഠിക്കാൻ വന്നവർ വരെ തിരിച്ചു പോകുന്ന അവസ്ഥയായതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? നോ വേ. സോ ഐ ഡു ഹാവ് എ casual job right now. തട്ടിക്കൂട്ടി പോവാ. സോ നമ്മൾ പറഞ്ഞു വന്നത്, ടു മീ ഈ little things, little decisions I take for myself is a really big step. And I thank you guys for supporting me, joining me for my journey. Okay, ചളമാക്കുന്നില്ല. Let's get back to this day. ആണ്ട് കിട്ടും. ഇത് അതിന്റെ മേലെ നമ്മളൊരു ബാറ്റർ നോക്കി പൊരിക്കുന്നുണ്ട്. ഉന്നക്കായന്റെ ഫില്ലിംഗ് ഉള്ളില് പഴം നിറച്ചേ. ഇന്നത്തെ ഡിന്നർ ഫിഷ് ടാക്കോസ് ആണ്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഡിന്നർ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഫിഷ് ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ടാക്കോ പൗഡർ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ആൻഡ് വിത്ത് ദാറ്റ് ചില്ലി ഫ്ലേക്സ്, ഗാർലിക് പൗഡർ, പെപ്പർ, സോൾട്ട് ആൻഡ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതേ പാനിൽ ടോർട്ടിയാസും കൂടി ഒന്നുകൂടി ചൂടാക്കിയെടുക്കുക. ഈ സാധനങ്ങളൊക്കെ ആക്കി വെച്ച് ബാക്കി അസംബ്ലിംഗ് പരിപാടി അമലാണ് ചെയ്യാറ്. ഡിന്നർ കഴിഞ്ഞു ഉടനെ വി ആർ ഗോയിങ് ടു അവർ ഫ്രണ്ട്സ് പ്ലേസ്. സമയം ഒരു 6 മണി 6:30 ആയിട്ടുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓൾറെഡി റിയലി ഡാർക്ക് ഔട്ട്സൈഡ്. I was surprised to see this. I was not expecting Amal to take a video. ഇത് ചെയ്യുന്നത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഞാൻ പറഞ്ഞിരുന്നു പറ്റുമെങ്കിൽ വീഡിയോ എടുത്തോന്ന്. But he did. പിന്നെ ഇച്ചിരി മസ്റ്റാർഡ് സോസ്, പിന്നെ മെയിൻ ഹീറോ എൻ്റെ ചില്ലി ഓയിൽ. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് പെരി സോസ്, ചില്ലി ഓയിൽ. അയ്യോ, ചില്ലി ഇതിൻ്റെ പ്രത്യേകിച്ച് പീനട്ടല്ല, ചില്ലി ഓയില. ചില്ലി അരച്ച് എങ്ങനെ ഓയിലാക്കുന്ന അറിയില്ല, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മളെ കടല ഇടും, കപ്പലണ്ട്. ചില്ലി കർഷക ഒരു സി അയച്ചു. എന്തിനുണ്ടാവും ഉത്തരം പറയാൻ വരും. പരിപ്പ് ഇതിങ്ങനെ വായന വെള്ളം വരുന്നിട്ട്. നമ്മുടെ നാട്ടിലൊരു കൊണ്ടാട്ടമല്ലോ, ഒരു മുളക് കൊണ്ടാട്ടുന്ന സംഭവമില്ല, അതേപോലെ ഒരു ചൈനക്കാരൻ കൊണ്ടാട്ടോ. ഇതിങ്ങനെ ഇട്ട് എൻ്റെ മോന് ഇതിനൊരു കളറിങ്ങനെ മൊത്തം പിടിക്കാനുണ്ട്. ഒരു റെഡിഷ് കളറാവും കൂടെ. പക്ഷേ എൻ്റെ മെയിൻ സാധനമുണ്ട്. ഞാനിപ്പം ടാക്കോസ് ആയിട്ടെ, സാൻഡ്വിച്ച് ആയിക്കോട്ടെ, റാപ്പ് ആയിക്കോട്ടെ, എപ്പോൾ ചീസ് ഇടും. ഞാൻ ചീസ് തീർന്നായി സോസ് കഴിച്ച്. ചുരുക്കി പറഞ്ഞ എല്ലാ സോസും അങ്ങോട്ട് അഭിഷേകം ചെയ്യാം. സിറാച്ച സോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടില്ലേ, ഇറ്റ്സ് കളർഫുൾ. ഞാൻ കാണിച്ചു ഇങ്ങോട്ട് കുഴിച്ചാണ്. ദിസ് ടാക്കോ വാസ് സോ ഗുഡ്. ആൻഡ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ സോസസ് ഒന്നും ഉണ്ടാറില്ല. ഞങ്ങൾ മുന്നേ നിന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ നാളെ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ.
മഴ കുറയാൻ കാത്തിരുന്ന് അങ്ങനെ 8-8:30 പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങി. ഞങ്ങൾ മുന്നേ താമസിച്ച സ്ഥലത്തിന്റെ പേരാണ് ഹാവര. ആക്ച്വലി ഒരു ഇത്തിരി ഡെഡ് ടൗൺ ആണ്, പക്ഷെ ഐ ഡോണ്ട് നോ. ഞാൻ ആദ്യം അവിടെ വന്നത് കൊണ്ട് എനിക്ക് അവരെ കുറച്ചുകൂടി ക്ലോസ് ആണ്. ഞാൻ യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവരെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു നാണം ഉണ്ടായിരുന്നു. ദിസ് ഇസ് ഡിബിൻ ചേട്ടൻസ് ആൻഡ് റോസ്മീസ് ഹൗസ് ആൻഡ് ദാറ്റ്സ് ദെയർ ബേബി എമിലിയ. ഞങ്ങൾ പിങ്കു എന്ന് വിളിക്കും. പിങ്കുവിന്റെ അടുത്തുള്ളതാണ് ഐഷു ചേച്ചി ആൻഡ് റൈറ്റിലുള്ളതാണ് ബാലുചേട്ടൻ. BPK എന്ന് വിളിക്കുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം. ഐ യൂഷ്വലി ഡോണ്ട് കോൾ എനിബഡി ചേട്ടൻ ആൻഡ് ചേച്ചി. ഒക്കെ ഇറ്റ്സ് എ ബിറ്റ് ഓക്വേർഡ് ഫോർ മീ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ദം ആസ് ചേട്ടൻ ചേച്ചി ആൻഡ് ഓൾ. ആൻഡ് ഇവിടെ തീർന്നിട്ടില്ല, ഇനിയുണ്ട് ആൾക്കാർ. ഇവിടെ വന്ന അമലിന് തറവാട്ടിലെത്തിയ ഫീലാ. ഇത് ബാലുചേട്ടന്റെ ഐഷു ചേച്ചിന്റെ വീടാണ്. ഇന്നലെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാൻ നല്ല ലേറ്റായി. ഓൾമോസ്റ്റ് 12 മണി കഴിഞ്ഞിരുന്നു. മിക്ക സമയം ഞങ്ങൾ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഐഷു ഇവിടെ ഫുഡെല്ലാം റെഡിയാക്കി വെക്കും. ഇതാണ് വീടിന്റെ ഉടമസ്ഥർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ കോഫി മറ്റേ ഗ്ലാസ്സിൽ ഇത് ഒഴിച്ചിട്ട് അതിന്റെ മേളിൽ പാൽ ഒഴിക്കാൻ പക്ഷെ നമ്മളിങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് റെസിപ്പി അറിയുന്നത് കാരണം ഒഴിച്ച് കളറൊക്കെ നോക്കി കടുപ്പൊക്കെ നോക്കി അങ്ങനെ ഇനി വരുന്നിടത്ത് വെച്ച് വേണം. അപ്പൊ ഇവിടെ പുട്ടാവുന്നുണ്ട്, മുട്ടക്കറി. ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് വിഭവ സമൃദ്ധമായ മീൽ തയ്യാർ. രാവിലെ തന്നെ ചോക്ലേറ്റും കഴിച്ചിരിക്കുന്ന അമോൾ. സത്യം ശല്യപ്പെടുത്തില്ല. മൗണ്ടും ഇല്ല. താങ്ക്ഫുള്ളി ഇന്ന് നല്ലൊരു വെതറാണ്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം, അധികം സമയമില്ല. നമ്മളെവിടെ പോകുന്നത്? വങ്കനോയി. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വാങ്കനോയി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങാണ്. വാങ്കനോയിലാണ് ഇവർ ആദ്യം താമസിച്ചത്. അതെല്ലാം കാണിക്കാം. അതെല്ലാം കാണിക്കാം. സോ വാങ്കനോയി നമുക്ക് കാണാം. ഓ വെയിറ്റ്, നമ്മൾ ഫുഡ് കഴിക്കാം. ചായ കാപ്പിയൊന്നും കുടിക്കാത്ത ഞാൻ ഫിൽറ്റർ കോഫി കുടിക്കും. ഞങ്ങളിവിടെ എപ്പോൾ വന്നാലും ഒരു നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന പോലെ ഒരു ഫീലാണ്. ആൻഡ് ദീസ് പീപ്പിൾ ഹാവ് സ്പോയിൽഡ് അസ് സോ മച്ച്. നമ്മൾ കുഞ്ഞിലൊക്കെ നമ്മുടെ കസിൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെ വന്നാല്. ഞങ്ങൾ ഹാവരയിൽ താമസിച്ച സമയത്ത് എല്ലാ വീക്കെൻഡും ഇവിടെയുള്ള ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ അടിപൊളിയാണ്. ആൻഡ് നമ്മൾ ആരുടെ വീട്ടിൽ പോയാലും നമ്മൾ അവിടുത്തെ ഗസ്റ്റ് പോലല്ല. വി ആർ ലൈക്ക് എ പാർട്ട് ഓഫ് ദാറ്റ് ഹൗസ്. നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഹോം അവേ ഫ്രം ഹോം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ദിസ് ഇസ് ലൈക്ക് എ ഫാമിലി അവേ ഫ്രം ഫാമിലി. അങ്ങനെ ഞങ്ങൾ വാങ്കനോയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വാങ്കനോയി തെണ്ടി നടക്കൽസ് ഈ വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 10 minutes. ആൻഡ് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു 20 minutes ഇസ് എ ബിറ്റ് ലോങ് ഫോർ നൗ. ഈ ടൗണിലാണ് ഞങ്ങൾ ആദ്യം താമസിച്ചത്. ഐ വിൽ ഷോ യു ഞങ്ങൾ താമസിച്ച വീട്. ഇത് കോടതിയല്ലേ? ഞങ്ങൾ ഇവിടെ താമസിച്ചത് ഈ സെക്കൻഡ് അപ്പാർട്ട്മെന്റില്. And that's it for today's video. Thank you for watching. Comment down your അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും and stay tuned for the next vlog. Another side of New Zealand എല്ലാരും കാണട്ടെ. Look at that. ഒരു ക്യാമറ എടുക്കണ്ടായി.